നമസ്കാരം, ഞാൻ വീണ സനു. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. 24 ബിഗ് ബ്രേക്കിംഗ്. ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ. ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും ബി.ജെ.പിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു. CPIM-മായി അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും ഉണ്ടെന്നും അദ്ദേഹം. അത് തീർത്ത ശേഷം അംഗത്വം പുതുക്കാമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. ഞാൻ എന്നാ ബി.ജെ.പിയിലേക്ക് ചേരാൻ വന്നു എന്നാണ് നിങ്ങളുടെ ധാരണ? പബ്ലിക്കിന് എന്തോരം കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു വാക്കും ഇവിടെ ഒരു വാക്കും പറയുന്ന ആളല്ല ഞാൻ. ആരുടെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാൻ വേണ്ടിയിട്ട് വേറെ നിവൃത്തിയില്ലെങ്കിൽ കണ്ടേ പറ്റൂ. അത് ബി.ജെ.പി. ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വേറെ ഏത് പാർട്ടി ഭരണം നടത്തിയാലും അവരെ കാണാൻ ചുമതലക്കാരെ അവരെല്ലാം കേരളത്തിലുള്ള ഇവിടെ ഈ ഡൽഹിയിലെ അവിടുത്തെ ഒരു കാര്യമുണ്ട്, നല്ല പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ തീർക്കാൻ അവരെ കൊണ്ടേ അത് പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ഞങ്ങൾ തമ്മിൽ പാർട്ടിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, പറഞ്ഞു തീർക്കട്ടെ, അന്നേരം പുതുപ്പിക്കും, മാത്രമേ ഉള്ളൂ. നിതിൻ അംബുജൻ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. നിതിൻ, വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് എന്ന അഭ്യൂഹം ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം തന്നെ തിരുത്തി പറയുകയും ചെയ്തിരുന്നതാണ്. താൻ ഒരിക്കലും ബി.ജെ.പിയിലേക്ക് പോകില്ല, CPM-ൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളത്. പക്ഷേ അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ വീണ്ടും ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? എന്തൊക്കെയാണ് എസ് രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? വീണ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് എസ് രാജേന്ദ്രൻ പറഞ്ഞത് CPM നേതൃത്വമായി അകൽച്ചയിൽ തന്നെയാണ്. ചതിയന്മാരടക്കമുള്ള പദപ്രയോഗങ്ങൾ CPM നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് സജീവമായി തന്നെ LDF കൺവെൻഷൻ വേദിയിലടക്കം പങ്കെടുത്തെങ്കിൽ പോലും ഇന്നിപ്പോൾ പ്രകാശ് ജാവദേക്കർ, കേരള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുടെ ഡൽഹിയിലെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ പ്ലാന്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ബി.ജെ.പിയിലേക്ക് ചേരാൻ ഉദ്ദേശമില്ലെന്നും എസ് രാജേന്ദ്രൻ 24 പ്രതികരിച്ചു. പക്ഷേ അപ്പോഴും രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. കാരണം കഴിഞ്ഞ ഏതാനും നാളുകളായി 2021 ശേഷം എസ് രാജേന്ദ്രൻ CPM-മായി അകൽച്ചയിലാണ്. CPM-ൽ നിന്നും സസ്പെൻഷൻ നേരിട്ടിരുന്നു. സംസ്ഥാന നേതൃത്വവുമായി പലതവണ എസ് രാജേന്ദ്രൻ സംസാരിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ എസ് രാജേന്ദ്രൻ തിരിച്ച് പാർട്ടിയിലേക്ക് ഈ സസ്പെൻഷൻ നടപടികൾ നീക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം MV ഗോവിന്ദൻ സെക്രട്ടറി സമയത്തും അതിന്റെ നടപടികൾ ആരംഭിച്ചെങ്കിൽ പോലും പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും യാതൊരു തരത്തിലൊരു ഈ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നൊരു പ്രതികരണമാണ് എസ് രാജേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്ലാന്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച എന്ന് എസ് രാജേന്ദ്രൻ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ബി.ജെ.പിയിലേക്ക് ചേരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പോഴും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഡൽഹിയിലെത്തിയാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെയാണ് ആ ഒരു കൂടിക്കാഴ്ചയെ പ്രസക്തമാക്കുന്നതും. എന്തായാലും CPM-മായി വലിയ അകൽച്ചയിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. ബി.ജെ.പി. നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നേരത്തെ നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് LDF-ന്റെ വേദികളടക്കം സജീവമായി പങ്കെടുത്തെങ്കിൽ പോലും ഇന്നിപ്പോൾ ഡൽഹിയിലെത്തി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, മൂന്നാർ അടക്കമുള്ള തോട്ടം മേഖലയിലെ ഈ തമിഴ് സ്വാധീനമുള്ള മേഖലയിൽ എന്തായാലും ബി.ജെ.പിക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് എസ് രാജേന്ദ്രനെ ബി.ജെ.പിയിൽ എത്തിക്കുന്നത് വഴി ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഇതൊരു അടഞ്ഞ അധ്യായമായിട്ടല്ല, പിന്നീട് അതിനുശേഷം ഇത് CPM LDF-ന്റെ കൺവെൻഷൻ വേദിയിൽ പങ്കെടുത്തെങ്കിൽ പോലും അതിനുശേഷം ഒരു ചർച്ചകൾ നടത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കൂടിക്കാഴ്ച ഇന്ന് എന്തായാലും വ്യക്തമാണ്. നിലവിൽ ഇപ്പോൾ കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ നേരം 1:45 ആരംഭിച്ച കൂടിക്കാഴ്ച 2:45 വരെ നീണ്ടു. ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജാവദേക്കറിന്റെ വസതിയിൽ നിന്നും എസ് രാജേന്ദ്രൻ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കൂടിക്കാഴ്ച തന്നെയാണ്. കാരണം CPM നേതൃത്വവുമായി അകൽച്ചയിൽ നിൽക്കുന്നൊരു നേതാവാണ്. ജില്ലാ കമ്മിറ്റിയുമായി ഇപ്പോഴും തർക്കം നിലനിൽക്കുന്ന നേതാവാണ്. എന്തായാലും ഈ CPM-ന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ നടന്നു വരുന്നവരാണ് ഇപ്പോൾ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ബി.ജെ.പി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിലെ കോൺഗ്രസ് CPM അടക്കമുള്ള നേതാക്കളെ അടക്കം സ്വന്തം പാളയത്തിൽ എത്തിക്കാനുള്ള നടപടികൾ നടത്തി വരികയായിരുന്നു. ഇന്നിപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ബി.ജെ.പിയിലേക്ക് ചേർന്ന ഒരു സാഹചര്യമുണ്ട്. പത്മജ വേണുഗോപാൽ പോയതിന് പിന്നാലെ തന്നെ എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം നിശ്ചയിച്ച് രംഗത്ത് വന്നെങ്കിൽ പോലും CPM നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നും CPM നേതൃത്വവുമായുള്ള പ്രശ്നങ്ങൾ അത് പരസ്യമായി തന്നെ എസ് രാജേന്ദ്രൻ 24 വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ബി.ജെ.പിയിലേക്ക് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമായി തന്നെ കാണാം. ബി.ജെ.പി നേതൃത്വമായി പ്രത്യേകിച്ചും കേരളത്തിന്റെ പ്രഭാരിയുമായുള്ള കൂടിക്കാഴ്ച നമുക്കറിയാം. പത്മജ വേണുഗോപാലൻ ബി.ജെ.പിയിലേക്ക് ചേരുന്ന മുമ്പ് തന്നെ
ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ BJP-യിലേക്ക് ഇത്തരമൊരു പ്രവേശനം നടത്തുമ്പോൾ ജാവേദ്കറുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്താറുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് പിന്നീട് BJP പ്രവേശനം എന്തായാലും നൽകാറ്. എന്തായാലും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ രാജേന്ദ്രൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിശദീകരണം അപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തത പൂർണ്ണമായും കൈവന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ കണ്ടറിയാം എസ് രാജേന്ദ്രൻ CPM-ൽ തുടരുമോ അതല്ല BJP-യിലേക്ക് തന്നെ പോകുമോ എന്നുള്ളത്. വീണ. നിതിൻ, ഈ പ്രകാശ് ജാവദേക്കറുമായി എസ് രാജേന്ദ്രൻ ഡൽഹിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യവും വളരെ വലുതാണ്. ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട CPIM കേന്ദ്രങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നിലവിൽ ലഭ്യമായി തുടങ്ങിയോ? എന്താണ് അവിടെ നിന്നും അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ? എന്തായാലും CPM നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രതികരണങ്ങളിലേക്ക് കടന്നിട്ടില്ല. കാരണം ഇപ്പോൾ കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല CPM മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നു വരികയായിരുന്നു. അപ്പോഴും ജില്ലാ കമ്മിറ്റിയുമായുള്ള പ്രശ്നങ്ങൾ തനിക്ക് ഉണ്ടെന്നുള്ളത് CPM നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്തായാലും ആ ഒരു തർക്കം പരിഹരിച്ച ശേഷം ഈ CPM-ന്റെ മെമ്പർഷിപ്പ് പുതുക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് രാജേന്ദ്രൻ പറയുന്നത്. എന്തായാലും ഈ തർക്കം പരിഹരിക്കാൻ CPM സംസ്ഥാന നേതൃത്വം ഇടപെടുമ്പോഴും ജില്ലാ കമ്മിറ്റി അതിൽ വലിയ അവഗണന അല്ലെങ്കിൽ അത് ആ ഒരു നിർദ്ദേശം പാലിക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന പരാതി ഇന്നും എസ് രാജേന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് ഇല്ല എന്ന് പറയുമ്പോഴും ഈ കൂടിക്കാഴ്ചയെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളടക്കം BJP പല നേതാക്കളെയും BJP പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമം തുടർന്നു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിലടക്കം ചില ചാഞ്ചാട്ടങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ CPM-ന്റെ മുൻ MLA ആയ എസ് രാജേന്ദ്രന്റെ ഭാഗത്തും ഉണ്ടെന്ന റിപ്പോർട്ട് വന്നത്. ആ ഒരു റിപ്പോർട്ടിന് ശേഷം പിന്നീട് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേർന്നു. എസ് രാജേന്ദ്രൻ BJP നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഡൽഹിയിലെത്തി തന്നെ പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ ഈ ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ നമുക്ക് പറയാം. വീണ. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ ഇപ്പോൾ പ്രകാശ് ജാവദേക്കറുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. സൗഹൃദ സന്ദർശനം മാത്രമാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും. തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് കൂടി BJP-യിലേക്ക്. തിരുവനന്തപുരം നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവ് മഹേശ്വരൻ നായരാണ് BJP-യിൽ ചേർന്നത്. K കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു. കോൺഗ്രസിൽ കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് അകന്നതെന്നും മഹേശ്വരൻ നായർ പറഞ്ഞു. ഉപാധികളില്ലാതെയാണ് BJP പ്രവേശനമെന്നും പ്രതികരിച്ചു. കേരളത്തിനും വേണ്ട വികസന പദ്ധതികൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഉണ്ട് എന്ന് കഴിഞ്ഞ 2-3 ദിവസമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമാണ് ഞാൻ ഈ തീരുമാനമെടുക്കുവാൻ കാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ 2-3 ദിവസം സമയം ചോദിച്ചതാണ്. വ്യത്യസ്ത മതവിഭാഗക്കാർ, സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകർ, അവരെല്ലാം പറയുന്നത് നമുക്കിപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർജിയെ വിജയിപ്പിക്കുക. കൽപ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചാൽ അദ്ദേഹത്തിന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടുണ്ട് എന്ന് എനിക്കും ബോധ്യപ്പെട്ടു. സലീം മാലിക് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് കൂടി BJP-യിലേക്ക് പോയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറാൻ പറയുന്നത്? പ്രത്യേകിച്ച് തലസ്ഥാനത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ നേതാക്കൾ BJP-യിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതിന്റെ ഏറ്റവും ഒടുവിൽ ആണ് BJP-യിലേക്ക് K കരുണാകരന്റെ വിശ്വസ്തൻ ആയ മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവായ മഹേശ്വരൻ നായർ ഇപ്പോൾ BJP-യിലേക്ക് ചേർന്നിരിക്കുന്നത്. ഇദ്ദേഹം KPCC എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിരുന്നു. പത്മജ വേണുഗോപാലും പത്മിനി തോമസിനും പിന്നാലെയാണ് കോൺഗ്രസിന് ഇത്തരത്തിൽ മഹേശ്വരൻ നായർ കൂടി ഒരു വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് പാർട്ടി മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വർഷങ്ങളായുള്ള കോൺഗ്രസ് ബന്ധമാണ് ഇദ്ദേഹം അവസാനിപ്പിച്ചത്. മാത്രമല്ല ഈ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉൾപ്പെടെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിന്റെ മുഖമായി ഏറെക്കാലം നിന്നിരുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ടല്ല താൻ പാർട്ടി വിടുന്നത് എന്നാണ് ഈ പാർട്ടി മാറ്റത്തിനോട് മഹേശ്വരൻ നായർ പ്രതികരിച്ചത്. 4 വർഷത്തിലധികമായി കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അകൽച്ച. മാത്രമല്ല സ്ഥാനമാനങ്ങളോ ഉപാധികളോ ഇല്ലാതെയാണ് BJP-യിലേക്ക് വന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ ദീർഘവീക്ഷണത്തോടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണ് BJP-യിലേക്ക് എത്തിയത്. മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നടന്നിട്ടില്ല. അത് നടത്തണമെങ്കിൽ BJP അധികാരത്തിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട്. അതെല്ലാം ദീർഘവീക്ഷണത്തോടെ പരിഹരിക്കാൻ BJP-ക്കും രാജീവ് ചന്ദ്രശേഖരനും കഴിയും എന്ന ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് BJP-യിലേക്ക് വന്നത് എന്നുകൂടിയാണ് മഹേശ്വരൻ നായർ പറയുന്നത്. വീണ.
തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ നിയമം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. നിയമനത്തിൽ ഒരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും വാദം. കമ്മീഷണർമാരെ നാമനിർദ്ദേശം ചെയ്യുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം വിഷയത്തിൽ ഉണ്ടായ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിധിയിലുള്ളത്. ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായിട്ടുള്ളത് ഈ സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയത് ഈ സംവിധാനത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് എന്നതായിരുന്നു. ഈ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രം പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഉണ്ടെങ്കിലേ സമിതി നിഷ്പക്ഷമാകൂ എന്ന വാദം അത് ഉചിതമല്ല എന്നുള്ളതാണ്. എല്ലാ വിധത്തിലും ഉചിതമായിട്ടുള്ള നടപടികളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമനം നടക്കുന്നത്. പാർലമെന്റിന് നിയമം ഉണ്ടാക്കാനും അത് ഭേദഗതി ചെയ്യാനും അധികാരമുണ്ട്. ആ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിക്കുന്ന ഹർജികൾക്ക് ഒരടിസ്ഥാനവും ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിലാണ്. എതിരഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്നത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടല്ല നടപടികൾ നടക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നത് അത് ഉചിതമല്ല എന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഹർജികളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കുറ്റപ്പെടുത്തലും സുപ്രീം കോടതിയിൽ കേന്ദ്രം നടത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്ക് പിന്നാലെ സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്ത കലാമണ്ഡലം ഗോപി. സുരേഷ് ഗോപി വന്നാൽ സ്വീകരിക്കുമെന്ന് കലാമണ്ഡലം ഗോപി പറഞ്ഞു. എന്നാൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ച് വീഡിയോ ചെയ്യില്ല. വിവാദങ്ങൾക്ക് പിന്നാലെ സുരേഷ് ഗോപി വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു. താൻ ഇടതുപക്ഷമാണെന്നും സുരേഷ് ഗോപിയുമായുള്ള സ്നേഹബന്ധം രാഷ്ട്രീയത്തിന് ഉപയോഗിക്കേണ്ടെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. പത്മഭൂഷൺ വേണ്ടയെന്ന പരാമർശമാണ് മകനെ പ്രകോപിപ്പിച്ചതെന്നും കലാമണ്ഡലം ഗോപി വ്യക്തമാക്കി. അങ്ങനെ സുരേഷ് ഗോപി വരും, ഒന്ന് അനുഗ്രഹിക്കണം. ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ, അപ്പോൾ ഒന്ന് അനുഗ്രഹിച്ച് വിടുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും വേണ്ട. അപ്പോൾ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. സൂരജ് സജി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഈ വിവാദങ്ങൾക്ക് പിന്നാലെ സുരേഷ് ഗോപി അദ്ദേഹം വീട്ടിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കലാമണ്ഡലം ഗോപി എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? ഈ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ പറയുന്നത് അത് ഈ മനോവിഷമത്തിൽ നിന്ന് മാത്രമാണ് മകൻ അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ് കലാമണ്ഡലം ഗോപി ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് കരുതി സ്നേഹബന്ധം തകരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തതെന്നും എപ്പോൾ വേണമെങ്കിലും ഈ സ്നേഹത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന് വീട്ടിലേക്ക് വരാം എന്നുള്ളത് തന്നെയാണ് കലാമണ്ഡലം ഗോപി വ്യക്തമാക്കുന്നത്. ഈ വിവാദങ്ങൾ നടക്കുമ്പോൾ പോലും സുരേഷ് ഗോപി തന്നെ വിളിച്ച് നേരിട്ട് സംസാരിക്കും എന്നാണ് കരുതിയത്. ഈ നേരിട്ട് വിളിച്ച് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും ഗോപി പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഈ കലാമണ്ഡലം ഗോപി തന്നെ അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. പിന്നീട് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഇത് വ്യക്തത വരുത്തുകയും ചെയ്യുന്നു. സുരേഷ് ഗോപിയുമായി അടുത്ത സൗഹൃദമുണ്ട്, പക്ഷേ താൻ ഇടതുപക്ഷമാണ് എന്നും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന് അതീതമായ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ബന്ധമാണ് സുരേഷ് ഗോപിയുമായി ഉള്ളത് എന്നുകൂടി അദ്ദേഹം പറയുന്നു.